വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഒരു 2 ടൈപ്പ് ഓഫ് ബോളിയാണ് കേട്ടോ. നമ്മൾ ഒന്ന് വന്നിട്ട് നമ്മൾ എപ്പോഴും ഉണ്ടാക്കണ പോലെ നാടൻ കടലപ്പരിപ്പ് കൊണ്ട്, പിന്നെ ഒന്ന് ചക്ക വരട്ടി കൊണ്ടുള്ള ഒരു ബോളിയാണ് കേട്ടോ. അങ്ങനെ 2 ടൈപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, ശരി വരും. ഇതിൽ ഞാൻ ഒരുപാട് ടിപ്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഒരു വീഡിയോയിലേക്ക് പോവാം. ഈ പരിപ്പ് ബോളി ഉണ്ടാക്കാനായി നമ്മൾ ഒരു 2 കപ്പ് മൈദാമാവ് എടുക്കുക കേട്ടോ. ഇത് ഗോതമ്പ് മാവിലും ഉണ്ടാക്കാം, പക്ഷേ ഞാൻ ഇന്ന് ഉണ്ടാക്കണ മൈദയിലാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് കുഴച്ച് വയ്ക്കുക. പിന്നെ അതിലൊരു 3 സ്പൂൺ എണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് കുഴച്ച് അതിനെ ഒന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ. സോ അതവിടെ ഇരിക്കട്ടെ. 1 കപ്പ് കടലപ്പരിപ്പ് എടുത്ത് നല്ലോണം അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിൽ നന്നായി വേവിക്കുക കേട്ടോ. വേവിച്ച ശേഷം അതിനെ നമ്മളൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. ഓക്കെ, അതും അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഞാനിവിടെ ഒരു 4 പീസ് വെള്ളം എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ 5 എടുക്കുക കേട്ടോ. ഇത്തിരി മധുരം കൂടുതലുണ്ടാവുന്നേ ഉള്ളൂ. അതിനെ ഒന്ന് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ. ഉരുക്കിയെടുത്ത ശേഷം അതിനെ ഒന്ന് അരിക്കുക. ഈ അരിക്കുന്നത് എന്തിനാ വെച്ചാൽ ആ വെള്ളത്തിൽ കല്ലുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ ഇത് അരിച്ചെടുക്കുകയാണ്. അതിൽ കല്ലൊന്നും ഇല്ല. ഓക്കെ, ഈ അരിച്ചെടുത്ത വെല്ലം അതേ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കിയ പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് അതൊന്ന് നല്ലോണം ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ ഒരു 15-16 ഏലക്കയും ഒരു കഷ്ണം ചുക്കും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതൊന്ന് തൊലിച്ചിട്ട് ഒന്ന് അതിനെ ഒന്ന് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് പൊടിക്കുക കേട്ടോ. പൊടിച്ച ശേഷം അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇട്ട് കൊടുത്ത് അതിനെ നന്നായിട്ട് ഇളക്കുക. ഇളക്കി അത് ഇതുപോലെ ഒന്ന് നല്ലോണം കുറുകി വരണം കേട്ടോ. ആ വെല്ലപ്പാകം പരിപ്പും നമ്മളിതപ്പോൾ ചുക്കുപൊടിയും ഒക്കെ ഇട്ടത് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുത്താൽ അത് അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ മൈദാമാവ് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. അതിനെ ഒന്ന് എടുത്തിട്ട് വീണ്ടും ഒന്ന് നല്ലോണം കുഴയ്ക്കുക കേട്ടോ. വാഴ ഇലയിൽ കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു ഉരുള മൈദാമാവ് എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ പരത്തുക കേട്ടോ. പരത്തിയ ശേഷം നമ്മൾ ഈ വെല്ലവും പരിപ്പും ആ മിശ്രിതം ഒരു ഉരുണ്ടയാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളൊന്ന് അതിനെ ഉരുണ്ടയാക്കുക കേട്ടോ. ഉരുണ്ടയാക്കിയ ശേഷം അതിനെ ഒന്ന് ഉരുട്ടി കൊടുത്ത ശേഷം അതിനെ ഒന്ന് ഇലയിൽ വെച്ച് നമ്മൾ വീണ്ടും പരത്തുന്നുണ്ട്. പരത്തുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ വിട്ടൊക്കെ വരും. അത് കുഴപ്പമില്ല കേട്ടോ. നമുക്കത് ഒരു കുഴപ്പവും വരില്ല. ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. എന്നിട്ട് നമ്മളത് ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കുക. ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതൊരു സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ആ ഇല അതിനെ ഒന്ന് മാറ്റുക കേട്ടോ. ഇലേനെ ഓക്കെ, മാറ്റിയ ശേഷം നമ്മൾ അതിലേക്ക് അതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ നെയ്യോ എണ്ണയോ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ തേച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാൽ അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഒരു ഇല എടുത്തിട്ട് അതിലേക്ക് എണ്ണയോ നെയ്യോ തേച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ മൈദാമാവ് എടുത്ത് ഒരു ഉരുള എടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇപ്രാവശ്യം ഞാൻ വയ്ക്കാൻ പോണത് ചക്ക വരട്ടിയാണ് കേട്ടോ. ചക്ക വരട്ടി. ഓക്കെ, അതിനുള്ളിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളതേപോലെ മടക്കി അതിനെ ഉരുളയാക്കിയിട്ട് അതിനെ കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചൂടായ തവയിലേക്ക് ഇലയോടുകൂടി ഇതുപോലെ വെച്ചെടുത്തിട്ട് നമ്മളതിനെ ചുട്ടെടുക്കുക. ഓക്കെ, നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കുക കേട്ടോ. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ബലം കേട്ടോ. എനിക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യാനുള്ള ഒരു ഉത്തേജനം നൽകുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ അടിപൊളി നല്ല ഒരു ചക്കവരട്ടി ബോളിയും പരിപ്പ് ബോളിയും തയ്യാറാണ്. ഓക്കെ, സോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കൂ. നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്, രണ്ടും ചെയ്തുവോ ഇല്ല ഏതെങ്കിലും ഒന്നേ ചെയ്തുള്ളൂ എന്നുള്ളത് കേട്ടോ. ഹാപ്പി കുക്കിംഗ്.